എൻ്റെ സുഹൃത്ത് ശ്രീ സിംഗ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രാജൻപിള്ള, സമുദ്രതീരം കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സഹോദരിമാർ, അമ്മമാർ, ജ്യേഷ്ഠന്മാർ, മറ്റു പ്രിയപ്പെട്ടവരെ, ഞാൻ മൂന്നാമത് തവണയാണ് ഇവിടെ വരുന്നത്. ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ തുടങ്ങിയതിന് ശേഷം എല്ലാവരെയും കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് സിംഗിനെ സംബന്ധിച്ച് ഞങ്ങൾ ഏതാണ്ട് ഒരു 10-20 വയസ്സ് കാലം മുതൽ തന്നെ ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി പ്രവർത്തിക്കുന്നവരാണ്. ഒരുപക്ഷെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്ന കാലഘട്ടത്തിൽ പോലും വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതം, കാർഷിക മേഖലയിൽ അടക്കം നല്ല സാന്നിധ്യമുള്ള, കാർഷിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളുള്ള അല്ലെങ്കിൽ നിരവധി വർക്കുകളുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു. എങ്കിലും ആ കിട്ടുന്ന സമയത്തിൽ തന്നെ അല്ലെങ്കിൽ ആ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് താൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ തിരക്ക് പിടിച്ച സമയം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമാണ്. എല്ലാവർക്കും തോന്നുന്ന ഒരു മനസ്സല്ല. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ജീവിത ശൈലി, ഒരു വ്യക്തിപരമായി എല്ലാ മനുഷ്യന്മാരും സ്വാർത്ഥന്മാരാകുന്നു. ഞാൻ, എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ, എൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുസമൂഹം മാറും. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഞാനും നിങ്ങളും അടക്കമുള്ള മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്ന ജീവിത സാഹചര്യം അല്ലെങ്കിൽ കലാലയങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥി ജീവിതത്തെ കുറിച്ച് ഒക്കെ അറിയാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ അധ്യാപകന്മാർ നമ്മളെ തല്ലും. ആ തല്ല് വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ വക ബാക്കി തല്ലുപിടിക്കും. പക്ഷെ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകർക്ക് തല്ലാൻ കഴിയില്ല. തല്ലിയാൽ രക്ഷാകർത്താക്കൾ പരാതിയുമായി സ്കൂളിനെതിരെ, പരാതിയുമായി അധ്യാപകനെതിരെ, പരാതിയുമായി പോകുന്ന കാലം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുതിയ തലമുറയെ സംബന്ധിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ സാന്നിധ്യം, അവരുടെ പ്രവർത്തനം ഇന്ന് ആനുകാലിക സാഹചര്യത്തിൽ വളരെ വലുതാണ്. ഇന്ന് നമ്മൾ പഴയ കൂട്ടുകുടുംബ സംവിധാനത്തിൽ നിന്ന് മാറി അണുകുടുംബം, ഞാനും ഭാര്യയും എൻ്റെ 1-2 മക്കൾ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപക്ഷെ സ്വന്തം മാതാവിനെയും പിതാവിനെയും പോലും നോക്കാൻ കഴിയാത്ത തിരക്കിലേക്ക് നമ്മുടെ മലയാളി പോകും. നമ്മുടെ സാംസ്കാരികപരമായ അപജയം, നല്ല ഒരു കാലഘട്ടം, വിവിധ മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രമാകട്ടെ, പള്ളിയാകട്ടെ, അവിടെയൊക്കെ പോയി കുട്ടികൾ പ്രാർത്ഥിക്കുന്നു, ആ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു ദൈവിക സ്വഭാവം ബാല്യകാലത്ത് തന്നെ ഉണ്ടാകുന്നു. ആ ദൈവിക സ്വഭാവം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ആ ദൈവിക സ്വഭാവം ഉണ്ടാകുന്ന സമയത്താണ് സ്വാഭാവികമായും മറ്റുള്ളവന്റെ വേദനകൾ, ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ വേദന മാത്രം, മറ്റുള്ളവരുടെ വേദനകൾ കാണുവാനും അത് കാണുന്ന സമയത്ത് ആ വേദന എന്റേതാണെന്ന് തോന്നുവാനും ആ വേദനയ്ക്ക് പരിഹാരം കാണുവാനും മനസ്സ് കാണിക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനുണ്ടാവുന്നത്. ആ മാനുഷ്യപരമായ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് സിംഗിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, തൻ്റെ സമ്പാദ്യം ഉപയോഗിക്കാൻ, തൻ്റെ സമയം ഉപയോഗിക്കാൻ, തൻ്റെ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും സേവനം, ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, ആ കുടുംബത്തിന്റെ മുഴുവൻ സേവനവും ഈ സമാജത്തിന് വേണ്ടി, ഈ സമാജത്തിലെ അവശത അനുഭവിക്കുന്നതിന് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആ കാണിക്കുന്ന ഒരു വലിയ മനസ്സ്, അത് എത്ര അഭിനന്ദിച്ചാലും അത് മതിയാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ അതൊരു മാതൃകയാക്കി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ച്
തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും മനസ്സ് നിറയുന്ന നിലയിലേക്ക് അത് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പല സമയത്തും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്രതീരത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തരുന്നു. അതോടൊപ്പം എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സമുദ്രതീര കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.